അനീഷ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. നമ്മുടെ പോലൊക്കെ താനും ഒരു സാധാരണക്കാരനാണ്, ഞാനും സാധാരണക്കാരനാണ്. അപ്പോ ഒരു 10 ലക്ഷം രൂപ പ്രൈസ്. താങ്ക് യു സാർ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അത്രമാത്രം സന്തോഷമുണ്ട്. എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം. ഞാൻ ഫ്ലൈറ്റ് കയറുമ്പോൾ ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന്. ഓക്കെ സാർ. ഞാൻ എബിലിന് കൊടുക്കാം. ഒരു നിമിഷം കേട്ടോ. എന്റെ ബ്രദറും കൂടിയാണ് എബില്. ഒറ്റ സെക്കൻഡ് കൊടുക്കാം. എന്തോ സാർ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഞാൻ ഏഷ്യാനെറ്റിനോട് പറഞ്ഞിട്ട് ആരോടും പറഞ്ഞില്ല. ഇത് സ്വന്തം മനസ്സിൽ അപ്പൊ എനിക്ക് വന്നൊരു നല്ല ഫീലിംഗ് ആണ്. അത് ഒരു പ്രൈസ് തരണം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. തൊഴു കൈകളോടെയാണ് കേട്ടോ പറയുന്നത്. താങ്ക് യു. ഈ ഒരു ഫോൺ കോൾ കണ്ടപ്പോൾ അനീഷിന്റെ ആ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ? കാരണം ബിഗ് ബോസും ഏഷ്യാനെറ്റും കൊടുക്കാത്ത ഒരു പ്രൈസ് മണിയാണ് ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതും 10 ലക്ഷം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൽ ടാക്സ് പിടുത്തമൊന്നുമില്ല. അത് ഫുൾ എമൗണ്ട് അനീഷിന് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ ഒരു ടാക്സ് എമൗണ്ട് കൂടെ അടച്ചിട്ടാണ് അനീഷിന് ആ ഒരു 10 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നത് എന്ന്. സാധാരണ ഇതേപോലുള്ള ഒരു ഗിഫ്റ്റ് എമൗണ്ട് ഒക്കെ ഒരാൾക്ക് 10 ലക്ഷം കൊടുത്തു എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൽ ടാക്സ് പോകും, ഒരു 7+ ഒക്കെ ഒരു നമ്മുടെ അക്കൗണ്ടിലേക്ക് വരത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 10 ലക്ഷം രൂപ കൃത്യമായിട്ട് അനീഷിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. കാരണം GST കൂടെ അടച്ചതിന് ശേഷമാണ് ഈ 10 ലക്ഷത്തിൻ്റെ എമൗണ്ട് CJ റോയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സീസണിലെ ബിഗ് ബോസ് ഷോയുടെ ആ ഒരു കപ്പ് ഉയർത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു അനീഷ്. അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ഉള്ള ഒരു വ്യക്തി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അനുമോളുടെ ഒരു ഫാൻ ബേസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള ഒരു പലതരത്തിലുള്ള മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് ഇവിടെ അനുമോൾ ജയിച്ചത്. അതുമാത്രമല്ല ഒരുപാട്, അതായത് ഈ സെൻറ്റിമെൻറ്റ് അതേപോലെ തന്നെ ദാരിദ്ര്യം വിട്ടൊക്കെയാണ് അനുമോൾ ഇവിടെ വോട്ട് പിടിച്ചിരിക്കുന്നത്. പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദാരിദ്ര്യം പറച്ചിൽ അല്ലെങ്കിൽ സിമ്പതി പിടിച്ചു വെട്ടാൻ വേണ്ടി ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്തിട്ടില്ല. വളരെ ജെന്യുവനായിട്ട് കളിച്ച്, അതായത് ബിഗ് ബോസ് ഷോയ്ക്ക് എന്താണോ ആവശ്യം അത് മാത്രമായിരുന്നു അവിടെ കളിച്ചത്. പക്ഷേ അനുമോൾ അങ്ങനെയല്ല. ആ ഒരു ഹൗസിനുള്ളിൽ കയറിയ നിമിഷം മുതൽ പറയുന്നതാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും. ആ ഒരു സിമ്പതിയൊക്കെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകർക്ക് ഒരുപാട്, അതായത് മനസ്സലിവിലുള്ള വ്യക്തികളായിരിക്കും ഇതേപോലുള്ള ഷോകളൊക്കെ കൂടുതലും കാണുന്നത്, അതായത് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് വോട്ടുകളൊക്കെ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് ഈ സിമ്പതി വിറ്റിട്ട്. പക്ഷേ അനീഷ് അങ്ങനെയായിരുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗെയിം പ്ലാനിങ്ങോട് കൂടി തന്നെയായിരുന്നു ആ ഹൗസിനുള്ളിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു വലിയൊരു ഫാൻ ബേസ് അനീഷിൻ്റെ പുറകെ കൂടാനുള്ള കാരണം. ഇവിടെ കപ്പടിച്ചത് അനുമോളാണെങ്കിലും അനീഷിൻ്റെ നാട്ടിൽ ഒരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വിന്നർക്ക് ലഭിക്കേണ്ട സ്വീകാര്യതയൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഏഷ്യാനെറ്റും ബിഗ് ബോസും കൊടുക്കാത്ത ഒരു കപ്പ് അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ അനീഷിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുമോൾക്ക് ഒരു സ്വീകരണം തിരുവനന്തപുരത്ത് സ്വന്തം നാട്ടിൽ നടത്തിയപ്പോൾ കുറച്ച് മീഡിയക്കാരും ഒരു 10-50 പേരും അല്ലാതെ വേറെ ആരും നമ്മൾ ആ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഒരു റിയലായിട്ടുള്ള ബിഗ് ബോസ് വിന്നർ അനീഷ് ആണെന്ന് നമുക്ക് സ്വയം ചിന്തിച്ചു പോകുന്നത്. മാത്രമല്ല ഈ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു 10 ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണ്. എന്തായാലും 50 ലക്ഷം അല്ലെങ്കിൽ 42 ലക്ഷം അനുമോൾക്ക് കിട്ടിയപ്പോൾ 10 ലക്ഷം അനീഷിന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ മൈജി ഗ്രൂപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടായിരുന്നു അനീഷ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൈജിയും ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ അനീഷിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട ഗൃഹോപകരണങ്ങൾ, അതേപോലെ തന്നെ ഏകദേശം 2 ലക്ഷത്തോളം വില വരുന്ന മൊബൈൽ ഫോൺ, അങ്ങനെയൊക്കെ എല്ലാ സമ്മാനങ്ങളും മൈജിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പല സ്പോൺസേഴ്സും അതേപോലെ തന്നെ അനീഷിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പ്രൈസ് മണിയുമായിട്ട് ഇനിയും മുന്നോട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഒരു ഫസ്റ്റ് ചുവടുവെപ്പ് തന്നെയായിരിക്കും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഒരുപാട് പ്രവാസി വ്യവസായികൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള ബിസിനസ്സുകാർ എല്ലാവരും തന്നെ അനീഷിന് ഒരു വലിയ തുക സമ്മാനത്തുകയായിട്ട് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഫസ്റ്റ് ചുവടുവെപ്പാണ് ഇന്ന് നടന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ആ ഒരു 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് ഇന്നലെയായിരുന്നു അനീഷിനെ നേരിട്ട് വിളിച്ച് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രൈസ് തുക ഇന്ന് രാവിലെ തന്നെ കൊടുത്തു കഴിഞ്ഞു 10 മണിക്ക്. അതായത് വളരെ ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അനീഷിൻ്റെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. കാരണം അത്രയ്ക്കും ജനപിന്തുണ ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അനീഷ്. ഒരു വിന്നറേക്കാളും കൂടുതൽ ഇപ്പോൾ സപ്പോർട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം അത്ര ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും ആ ഒരു ഹൗസിനുള്ളിൽ അനീഷ് ചെയ്തിട്ടില്ല. അതുതന്നെയാണ് അനീഷിനുള്ള ഒരു ക്വാളിറ്റിയും.
എന്തായാലും അനീഷ് ആ ഒരു 10 ലക്ഷം രൂപ കൈപ്പറ്റുന്ന ആ ഒരു പ്രൈസ് മണിയുടെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം അനീഷ് ഒരു സന്തോഷത്തോടെയുള്ള ഒരു നന്ദി പറയുന്നുണ്ട് ഡോക്ടർ CJ റോയിയോട്. അതും കൂടെ ഞാനിവിടെ വെക്കുന്നുണ്ട്, നമുക്കതൊന്ന് കാണാം. മഹത് വ്യക്തി എനിക്ക് ടൈം സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി 10 lakhs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാറ് തരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും എനിക്കുണ്ടായിരിക്കും. ഗുഡ്. തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനായിട്ടുള്ള എന്നെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണക്കാരനല്ലേ? നമ്മള് ദൈവത്തിന്റെ മുമ്പില് എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാം എത്ര വലിയ ബിസിനസ്മാനാണ് എല്ലാവരും സാധാരണക്കാരാണ്. അപ്പൊ അങ്ങനെ ഇതൊരു ദൈവത്തിന്റെ കൃപയും നമുക്ക് എല്ലാവർക്കും ദൈവത്തിനോട് നന്ദി വേണം. അപ്പോ അനീഷ് അതുപോലെ തന്നെ ബൊക്കെ ഉണ്ടല്ലേ, കണ്ടോ ഷർട്ടിന് മാച്ചിങ് ബൊക്കെ. അല്ല ഞാനേ സാറിന്റെ ഇപ്പൊ ഇങ്ങനെ സാറിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്നെ പോലുള്ള ഒരാളെ കൺസിഡർ ചെയ്യാൻ കാണിച്ച ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഇന്നലെ പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞ് ഇന്ന് ചെക്ക് തരികയാണ്. അതാണ് കോൺഫിഡൻസിന്റെ ഒരു പോളിസി. വാഗ്ദാനം മാത്രമല്ല, എന്റെ അമ്മ പറയാണ്ട് ഇതിൽ ആശ മാത്രം കൊടുക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞ ഇത് കൊടുത്ത് പോണം. സാർ എത്ര തിരക്കുള്ള മനുഷ്യനാണ്, ഒരു മഹത് വ്യക്തിയാണ്. എന്നിട്ട് കൂടെ സാർ എനിക്ക് വേണ്ടി ഇത് തരാന്ന് പറഞ്ഞാൽ അത്രമാത്രം സന്തോഷമുണ്ട്. താങ്ക് യു. ഞാൻ പിന്നെ നിങ്ങളുടെ ഓഡിയൻസ് ചോദിക്കും എങ്ങനെയാണ് റെഡ് എന്ന്. ഞാൻ റെഡിലെ സൈൻ ചെയ്യാറുള്ളൂ ഈ ചെക്ക്. അപ്പോൾ നാളെ എൻ്റെ എപ്പോഴും റെഡ് കളറിലാണ് ഞാൻ സൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കൊരു സ്പെഷ്യാലിറ്റിയാണത്. അപ്പോൾ നാളെ ബാങ്കിലിട്ടോളൂ. മറ്റൊന്ന് 10 ലക്ഷാധിപതിയാണ്. എല്ലാവരും കണ്ടു കാണും. വളരെ സന്തോഷത്തിലാണ് അനീഷ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പ്രൈസ് മണി തന്നെയാണ് ഇത്. അനീഷിന്റെ സന്തോഷം അനീഷിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം അനീഷ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു പ്രൈസ് മണി. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ആളുകളിൽ അനീഷിന് ഇതേപോലെയുള്ള ഒരുപാട് പ്രൈസ് മണികൾ ഒരുപാട് പേര് പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് സപ്പോർട്ട് ഇപ്പോൾ അനീഷിന് ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് കിട്ടിയ പ്രൈസ് മണിയേക്കാളും കൂടുതൽ, അതായത് അനുമോൾക്ക് ബിഗ് ബോസും ഏഷ്യാനെറ്റും കൊടുത്തതിനേക്കാൾ കൂടുതൽ തുക കിട്ടാനുള്ള എല്ലാ സാധ്യതയും അനീഷിനുണ്ട്. അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇനിയും ഒരുപാട് പേര് വലിയ സമ്മാനങ്ങളുമായി അനീഷിനെ കാത്തിരിക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം ഒരു ഫേക്ക് ഡ്രാമ കളിക്കാതെ ആ ഒരു ഷോയ്ക്ക് വേണ്ടത് എന്താണോ ആ ഷോയ്ക്ക് അനുസരിച്ച് നിന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അനീഷിന് ഈ ഒരു സപ്പോർട്ട് കിട്ടാനുള്ള കാരണവും. എന്തായാലും ഇതേപോലുള്ള ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും അനീഷിനെ തേടിയെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു പ്രൈസ് മണി അനീഷിന് കിട്ടാൻ യോഗ്യനാണോ അല്ലെങ്കിൽ ഇത് കൂടുതൽ അർഹിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ, അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 100% ആ ഒരു ഹൗസിനുള്ളിൽ ഈ ഒരു പ്രൈസ് മണി ലഭിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാൾ അനീഷ് തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യുക.